പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ ആ സ്നേഹം എങ്ങനെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പലർക്കും അറിയാൻ ആഗ്രഹമുണ്ടാകുന്ന ഒരു കാര്യമാണ്, താൻ സ്നേഹിക്കുന്ന വ്യക്തി തന്നെ ആത്മാർത്ഥമായി തന്നെയാണോ സ്നേഹിക്കുന്നത് എന്നുള്ളത്. പലർക്കും പലതരത്തിലാണ് സ്നേഹം പ്രകടമാകുക. എന്നാൽ ആ സ്നേഹം സത്യമാണോ എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഒന്നാമതായി, നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയുടെ സ്നേഹം ആത്മാർത്ഥമാണോ എന്നറിയുവാനുള്ള ഒന്നാമത്തെ അടയാളം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് ആ വ്യക്തി വില കൽപ്പിക്കുന്നുണ്ടോ എന്ന് നോക്കുക. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ആ ഒരു വില, അതിൻ്റെതായ ഒരു വില നൽകുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് അതേപോലെയുള്ള ഒരു വില ആ വ്യക്തി നൽകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതും ഒരു അടയാളമായി കണക്കാക്കാൻ സാധിക്കും. ആ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു അടയാളമായി നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അടുത്തതായി, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് ആത്മാർത്ഥമായി സ്നേഹമുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുവാനുള്ള മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ, ആ വ്യക്തി നിങ്ങളോട്, നിങ്ങൾ എന്തെങ്കിലും അവരോട് ഭാവിയെ പറ്റിയുള്ള കാര്യങ്ങൾ, ഭാവി കാര്യങ്ങൾ, നിങ്ങൾ തമ്മിലുള്ള ഭാവി കാര്യങ്ങൾ അവരോട് പറയുമ്പോൾ അവർക്ക് അതിൽ താല്പര്യമുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ അവർക്ക് താല്പര്യമുണ്ട്, അവർ നിങ്ങളുടെ കൂടെ അതിനെപ്പറ്റി പറയുവാൻ അവർ ആഗ്രഹിക്കുന്നു, അവർ അതും പറയുന്നുണ്ട്, നിങ്ങളുടെ കൂടെ ഭാവി കാര്യങ്ങൾ അങ്ങനെ ചെയ്യാം, നമുക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളതൊക്കെ നിങ്ങൾ പറയുമ്പോൾ അവരും നിങ്ങളുടെ കൂടെ ചേർന്ന് പറയുന്നുണ്ടെങ്കിൽ അതും ഒരു അടയാളമായി കണക്കാക്കാം നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സ്നേഹം ആത്മാർത്ഥമാണ് എന്നുള്ളത്. ഇനി അടുത്തതായി, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് ആത്മാർത്ഥമായി സ്നേഹമുണ്ടോ എന്ന് കണക്കാക്കുവാനുള്ള മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ വേദനകളിൽ അവർ നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ടോ എന്ന് നോക്കുക. നിങ്ങളുടെ വേദനകളിൽ നിങ്ങൾക്കൊപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു അടയാളമായി കണക്കാക്കാൻ സാധിക്കും. അല്ലാത്തവർ എന്താണ് ചെയ്യുന്നത്? അല്ലാത്തവർ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വേദന നിങ്ങൾക്ക് മാത്രമാണ്, അവർ അതിൽ പങ്കാളിയാകില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ വേദനകളിൽ അവർ നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതും ആത്മാർത്ഥ സ്നേഹത്തിൻ്റെ മറ്റൊരു അടയാളമായി നിങ്ങൾക്ക് കണക്കാക്കാം. ഇനി അടുത്തതായി, നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ആത്മാർത്ഥമായി ആണ് നിങ്ങളോട് സ്നേഹം എങ്കിൽ ആ വ്യക്തിയിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ചെറിയ ഭാവവ്യത്യാസങ്ങൾ പോലും അവർ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കും എന്നുള്ളതാണ്. അത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ അവർ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവായി കണക്കാക്കാം. അതുപോലെ തന്നെ നല്ല കാര്യങ്ങളിൽ എല്ലാം നിങ്ങളെ അവർ അഭിനന്ദിക്കുന്നു. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും, എല്ലാ നല്ല കാര്യങ്ങൾക്കും അവർ നിങ്ങളെ അഭിനന്ദിക്കുന്നുണ്ടെങ്കിൽ അതും അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, ആത്മാർത്ഥമായി തന്നെയാണ് നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതിൻ്റെ ഒരു തെളിവായി കണക്കാക്കാം. ഇനി മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ, അവർ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റേത്, നിങ്ങളൊരു എന്തെങ്കിലും ഒരു ചതിയിൽപ്പെടാൻ നിങ്ങൾ പോകുന്നതിന് മുമ്പ് അവർ അത് കണ്ടുപിടിച്ച് നിങ്ങളോട് അത് വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ, അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങളെ ആത്മാർത്ഥമായി തന്നെയാണ് സ്നേഹിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു തെളിവായി കണക്കാക്കാം. അല്ലാത്തവർ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റട്ടെ എന്ന് വിചാരിച്ച് നിങ്ങളോട് അവർ ആ കാര്യങ്ങളൊന്നും സംസാരിക്കില്ല. നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോയിക്കോട്ടെ എന്നുള്ള രീതിയിലായിരിക്കും അവരുടെ പെരുമാറ്റം. പക്ഷേ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുകയാണെങ്കിൽ അവർ അത് അറിഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ ഒക്കെ നിങ്ങളോട് അവർ പറഞ്ഞു തരികയും ചെയ്യും എന്നുള്ളതാണ്. ഇത് നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി അടുത്തതായി, നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർ നിങ്ങളെ ആത്മാർത്ഥമായി തന്നെയാണോ സ്നേഹിക്കുന്നത് എന്നുള്ളത്. അത് അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പല രീതിയിലും നിങ്ങളോട് സംസാരിക്കും, പലതരത്തിലും ആൾക്കാർ. എന്നാൽ നിങ്ങളോട് ആത്മാർത്ഥ സ്നേഹമുള്ള ആ ഒരു വ്യക്തി നിങ്ങളോട് സംസാരിക്കുന്ന രീതി എന്താണെന്ന് വെച്ചാൽ,
നിങ്ങളോട് ഇടപഴകുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ ഒരു വാത്സല്യഭാവം അവരിൽ പ്രകടമാക്കും എന്നുള്ളത്. അങ്ങനെ ഒരു വാത്സല്യഭാവം നിങ്ങളോട് അവർ പ്രകടമാക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവായി കണക്കാക്കാം. പിന്നെ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ എന്ത് കാര്യവും നിങ്ങളോട് വ്യക്തമായി പറയും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഏത് കാര്യവും നിങ്ങളോട് അവർ, അതായത് അവർക്ക് ദേഷ്യമാണെങ്കിൽ ആ ദേഷ്യം നിങ്ങളോട് പ്രകടിപ്പിക്കും. അല്ല, നിങ്ങളോട് അവർക്ക് ഇഷ്ടമാണെങ്കിൽ അതും നിങ്ങളോട് പ്രകടിപ്പിക്കും. അങ്ങനെ എന്ത് കാര്യവും അവർ നിങ്ങളോട് പ്രകടിപ്പിക്കും എന്നുള്ളത് അങ്ങനെ അവരിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അത് ഓപ്പണായി നിങ്ങളോട് അവർ കാണിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളോട് ആത്മാർത്ഥ സ്നേഹം ഉള്ളവരിൽ മാത്രം കാണാൻ സാധിക്കുന്ന ഒരു അടയാളമാണ്. അല്ലാത്തവർ ചെയ്യുന്നത് എന്താണ്? അവർക്ക് ദേഷ്യം വന്നാൽ അവർ ദേഷ്യം പുറമെ കാണിക്കില്ല. പക്ഷേ സ്നേഹിക്കുന്നവർ ദേഷ്യം വന്നാൽ ആ ദേഷ്യം അതുപോലെ തന്നെ നിങ്ങളോട് കാണിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ അവരിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇതും അവർ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട്, അവരുടെ സ്നേഹത്തിൽ ഒരു ചതിയുമില്ല എന്നുള്ളതിൻ്റെ ഒരു അടയാളമായി കണക്കാക്കാം. ഇനി മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ആ സ്നേഹിക്കുന്ന വ്യക്തി ഒന്നും ചെയ്യില്ല എന്നുള്ളത്. അവർക്ക് അവരുടെ ഇഷ്ടങ്ങളുണ്ടാകാം, എന്നാലും എന്ത് കാര്യം ചെയ്യുമ്പോഴും അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളുണ്ടെങ്കിലും അവർ ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടങ്ങളും നോക്കി ആവും അവരുടെ ഇഷ്ടങ്ങൾ അവർ തീരുമാനിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആ വ്യക്തി നിങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ നോക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്, നിങ്ങളുടെ ഇഷ്ടവും അവരുടെ ഇഷ്ടവുമൊക്കെ നോക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ അതും ആത്മാർത്ഥ സ്നേഹത്തിൻ്റെ ഒരു അടയാളമായി നമുക്ക് കണക്കാക്കാം. ഇനി ആത്മാർത്ഥ സ്നേഹമുള്ള ഒരു വ്യക്തിയിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു കാര്യം ആഗ്രഹിച്ചു, ആ കാര്യങ്ങൾ അവർക്ക് കഴിയുന്നുണ്ടെങ്കിൽ അവർ അത് എപ്പോഴായാലും ആ കാര്യം അവർ നടത്തി തരും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ അവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവർക്ക് നടത്തി തരാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അവർ അത് നടത്തിത്തരും എന്നുള്ളതാണ്. ആത്മാർത്ഥ സ്നേഹമില്ലാത്തവർ ചെയ്യുന്നത്, അവർ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ അതിൽ നിന്ന് അവർ ഒഴിഞ്ഞു മാറും. അപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവർ നടത്തിത്തരും എന്നുള്ളത് നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ മറ്റൊരു അടയാളമായി കണക്കാക്കാം. നിങ്ങളെ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി അവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ സ്നേഹിക്കുന്ന അതേ രീതിയിൽ നിങ്ങളുടെ ഫാമിലിയെയും അവർ സ്നേഹിക്കും എന്നുള്ളത്. അപ്പോൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന നിങ്ങളുടെ ആ വ്യക്തിയിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു അടയാളമായി നിങ്ങൾക്ക് കണക്കാക്കാം. അപ്പോൾ സ്നേഹം ഒരിക്കലും ആരോടും പിടിച്ചു വാങ്ങാൻ പറ്റില്ല. അപ്പോൾ അത് മനസ്സറിഞ്ഞ് തരണം. നിങ്ങളെ യഥാർത്ഥമായി സ്നേഹിക്കുന്നവർ ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിച്ച് പോകില്ല, അവസാനം വരെ നിങ്ങളുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.